ടൂറിസമാണ് നമ്മുടെ കേരളത്തിന്റെ നട്ടെല്ല്, ഏറ്റവും വലിയ വരുമാനം. കേരളത്തെ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുന്നതിന് ടൂറിസത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ഓരോ തവണയും വന്നു പോകുമ്പോൾ ബ്ലോഗ് ചെയ്ത് കേരളത്തെ പുകഴ്ത്തുന്നതും ടൂറിസ്റ്റുകൾ തന്നെയാണ്. ആ ടൂറിസത്തിന് അള്ളുവെക്കുന്നത് ആരാണ്? നമ്മുടെ നാട്ടിലെ പരമ്പരാഗത ടാക്സി ഓട്ടോ തൊഴിലാളികളും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ പലപ്പോഴായി രൂക്ഷമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ, മൂന്നാറിൽ, എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒക്കെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ ഇന്നലെയും കേട്ടു മൂന്നാറിൽ നിന്നൊരു തർക്കവും ഭീഷണിയും കൊലവിളിയും. ഇന്നിതാ അത് വർക്കലയിലാണ്. വിദേശ വനിതാ ടൂറിസ്റ്റുകളുമായി പോയ വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. പ്രദേശത്തെ ടാക്സി ഡ്രൈവർമാർ വാഹനം തടഞ്ഞ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. വാഹനത്തിന് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ അനുമതിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭീഷണി. ആ വാഹനത്തിന് അനുമതിയില്ല എങ്കിൽ അത് മാന്യമായി ചോദിക്കുന്നതും പറയുന്നതുമെല്ലാം ന്യായം. പക്ഷേ കാരണം ടാക്സ് അടച്ച പെർമിറ്റ് എടുത്ത് ഓടുന്നവർക്ക് അത് ചോദിക്കാം. പക്ഷേ വാഹനത്തിൽ ഇരിക്കുന്ന വിദേശികളെ കൊണ്ട്, നമ്മുടെ അതിഥികളെ കൊണ്ട് പറയിക്കരുത്. So me and my two friends, we were trying to book a taxi and we contacted Sen on WhatsApp and we agreed a set price to get to Aleppo from Vakala. And as we were going to get the taxi with him and we got in the taxi, the Vakala helipad stand were not happy because they didn't want us maybe to go in the taxi with him. And so they were coming and they were harassing him and when we were trying to leave in the taxi. And then one of them put a spike in the back, a needle, in the back wheel. And we saw them do it. Here's in the video. On the right back wheel. On the that back wheel. ഞാനിപ്പോൾ ഇങ്ങനെ മൂന്നാം തീയതി ഞാൻ ഇത് കണക്ക് ഫോറിനേഴ്സ് എന്നെ വിളിച്ചിട്ട് ഞാൻ ഹെലിപ്പാഡിൽ ചെന്നിട്ട് ഗസ്റ്റിനെ പിക്ക് ചെയ്തപ്പം ഇത് കണക്ക് അവിടെയുള്ള കുറേ ടാക്സി ഡ്രൈവർമാർ വന്ന് എൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഗസ്റ്റ് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഹോട്ടലിനടുത്ത് നിന്നപ്പോഴത്തേക്ക് അവർ പിക്കപ്പിന് വിളിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവരെൻ്റെ വണ്ടിയിൽ അള്ളു വെക്കുകയും ഈ ഗസ്റ്റിനെ എടുത്തുകൊണ്ട് ആലപ്പുഴയാണ് പോകാനുള്ളത്. ആലപ്പുഴ പോണ റൂട്ടിൽ ഈ അള്ളു വെച്ചത് കൊണ്ട് 3 പോയിന്റ് പൊട്ട് കയറിയപ്പോഴത്തേക്ക് ടയർ അടിച്ച് പോയി. വണ്ടി വഴിയിൽ കട്ടൗട്ട് ചെയ്ത് വണ്ടി പോയി. സുനിഷ അയ്യല്ലൂരുണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. സുനിഷ, ടൂറിസ്റ്റുകളുടെ മുഖത്ത് ഭയമുണ്ട്, അവരുടെ വാക്കുകളിൽ അവർ പേടിച്ചു പോയിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ട് അവർ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ അതിക്രമികളുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം? അതോടൊപ്പം ഈ വണ്ടിക്ക് അള്ളുവെച്ചു എന്നൊക്കെ പറയുമ്പോൾ വേണ്ടി വന്നാൽ അപായപ്പെട്ടോട്ടെ എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ഷിയാസെ, ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യം കാണുമ്പോൾ അതും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞതുപോലെ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ്. വർക്കലയിൽ ക്ലിഫിന് മുന്നിൽ വെച്ചാണ് ഒരു ഹോം സ്റ്റേയിൽ നിന്നും UK-യിൽ നിന്നെത്തിയ 3 പേരാണ്. ഇവർ ഒരു ടൂർ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാഹനം വരുത്തുകയാണ്. ആ വാഹനം എത്തുന്നു, ഈ 3 പേരെ ഈ വാഹനത്തിലേക്ക് കയറ്റുന്നു. ആ സമയത്താണ് തൊട്ടടുത്തുണ്ടായിരുന്ന ടാക്സി സ്റ്റാൻഡിലെ ടാക്സി ഡ്രൈവർമാരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ എത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ടൂറിസ്റ്റുകാരെ കൊണ്ടുപോകാൻ അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനം തടയുന്നത്. വാഹനം തടയുക മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രശ്നം അവരോട് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ വിദേശി വനിതകൾ തന്നെ പറയുന്നുണ്ട്, സ്വാഭാവികമായും അന്ന് നേരത്തെ പറഞ്ഞതുപോലെ കേരളം കാണാനായി എത്തിയ മനുഷ്യരാണ്. ഒരു വർക്കല പോലുള്ള സ്ഥലത്തൊക്കെ എത്തി ഒന്ന് അവരുടെ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരോടാണ് ഇത്തരത്തിൽ അവർ പുറത്തേക്ക് ആലപ്പുഴയിലേക്ക് പോകുന്നവരായിരുന്നു. അപ്പോൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ കുറച്ച് ആളുകൾ വന്ന് പോകരുതെന്ന് പറയുന്നു, തടസ്സം നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ ടയറിന് താഴെ എന്തൊക്കെയോ വെക്കുന്നതായി കണ്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുശേഷം ഈ വാഹനം ആ തടസ്സമൊക്കെ കഴിഞ്ഞ് അവരോട് വാക്കേറ്റമൊക്കെ ഉണ്ടായതിനു ശേഷം ഈ വാഹനം മുന്നോട്ടേക്ക് പോവുകയാണ്, ആലപ്പുഴ പോവുകയാണ്. അതിനിടയിൽ കുറച്ചു ദൂരം എത്തിയപ്പോഴേക്കും തന്നെ ടയർ പൊട്ടി ആ വാഹനം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത്ഭുതകരമായാണ് അവരെല്ലാം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ആ ഡ്രൈവർ അടക്കം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ അപകടകരമായ രീതിയിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് അപകടം സംഭവിച്ചോട്ടോ, ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു അത്തരത്തിലൊരു സമീപനം കൂടി ഇതിലുണ്ടോ എന്ന കാര്യത്തിൽ വാഹനത്തിന് അള്ളുവെക്കുക എന്ന് പറയുമ്പോൾ വലിയ അപകടം, മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന്റെ കൺട്രോൾ പോയിട്ട് മറ്റെവിടെയെങ്കിലും ആ വാഹനം ചെന്ന് കയറാനോ അത് വലിയൊരു അത്യാഹിതത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ രക്ഷപ്പെട്ടു, അത് ഭാഗ്യം കൊണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ സുനിഷ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നലെ മൂന്നാറിൽ ഇത്തരത്തിലൊരു സംഭവം കേട്ടു. അതോടൊപ്പം ഈ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം പോലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം കേൾക്കുന്നതാണ് ഇത്തരത്തിൽ ഈ ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരും അതോടൊപ്പം ഈ അവിടെ പ്രാദേശികമായിട്ട് ഓടുന്ന ആളുകളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള തർക്കം. പക്ഷേ പലപ്പോഴും ഇതിന്റെ ഒരു വശത്ത് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള മനുഷ്യരാണ് അറിയാതെ വന്ന് പെട്ടുപോകുന്നത്. അപ്പോൾ എത്ര വലിയൊരു നാണക്കേടാണ് അത് കേരളത്തിനുണ്ടാക്കുന്നത്, എത്ര വലിയൊരു പ്രത്യാഘാതമാണ് അത് നമ്മുടെ കേരളത്തിന്റെ ടൂറിസം രംഗത്തിനുണ്ടാക്കുന്നത് സുനിഷ.
ഷിയാസെ, അതാണ് നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുമ്പോൾ പോലും ചില ഇടങ്ങളിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നമ്മളിപ്പോൾ ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് ആര് പറഞ്ഞാലും ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ നടന്നതാകട്ടെ, ഇതിനു മുന്നെയൊക്കെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടന്ന കാര്യങ്ങളും എടുത്തു നോക്കിയാൽ പറയാൻ കഴിയുന്നത്. എങ്ങനെയാണ് അവർ ഇപ്പോൾ ഇനി ഒരു പേടിയായിരിക്കും സ്വാഭാവികമായും ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം. ഇനി വർക്കലയിലേക്ക് എത്തുമ്പോൾ ഒരു പേടിയായിരിക്കും, ഒരു വാഹനത്തിൽ കയറുമ്പോൾ പേടിയായിരിക്കും, ഏതെങ്കിലും തരത്തിൽ അപായം ഉണ്ടാകുമോ എന്നതടക്കമുള്ള പേടി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. മൂന്നാറിൽ ഉണ്ടായിരുന്നത് നേരെ മറിച്ചായിരുന്നു. മുംബൈയിൽ നിന്നെത്തിയ 3 പേരായിരുന്നു. അവരെയാണ് ഒരു ഓൺലൈൻ ടാക്സി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറ്റ് ടാക്സിക്കാർ വന്ന് വലിയ പ്രശ്നമാക്കുന്നതും അത് അക്രമത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മൂന്നാർ എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാഴ്ചയായിരിക്കില്ല. ഈ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരിക്കും. ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന ആളുകളെ കാണുന്ന ഒരു സ്ഥലമായി മാറും. അപ്പോൾ അവരെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്ന് മുദ്ര കുത്തുന്ന തരത്തിലേക്ക് ഇത്തരം സന്ദർഭങ്ങൾ മാറുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇനി അവർ ഇത്തരത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ കേരളത്തിലേക്ക് പോലും വന്നു കൂടണമെന്നില്ല. ഇവരിനി വരില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത്ര മോശം അനുഭവമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ പരിചയക്കാരോട് ഉൾപ്പെടെ ഇവരുടെ നാട്ടിലൊക്കെ ഇവർ പോയി കേരളത്തെക്കുറിച്ച് പറയുന്നതും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു നാട് എന്നുള്ള തരത്തിലായിരിക്കുമല്ലോ. പക്ഷേ ഒരു കാര്യം കൊണ്ടുണ്ട് സുനിഷ, അത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഇപ്പോൾ ഒന്നിലധികം സംഭവങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ഗൗരവത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു ഇടപെടലും ഒരു പരിഹാരവും ഒക്കെ ഉണ്ടാക്കേണ്ടതല്ലേ? ഉറപ്പായിട്ടും ഷിഹാസ്, അതിലൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് ഈ മൂന്നാറിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ വലിയ രീതിയിൽ മന്ത്രി അടക്കം അവിടെ എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ അന്ന് കണ്ടതാണ്. അന്ന് ഇത്തരത്തിൽ ഈ മുംബൈ സ്വദേശികളായ ഇവരെ തടഞ്ഞു നിർത്തിയ ടാക്സി ഡ്രൈവർമാരെ 3 പേരുടെ ഈ ലൈസൻസ് 6 മാസത്തേക്ക് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടി ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇത് പലയിടങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു നടപടി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് സംശയമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഷിയാസ് പറഞ്ഞതുപോലെ കൃത്യമായി സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവായി ഇതിൽ നടപടി എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് കുറക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ഈ ടാക്സിക്കാരുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ പറയുന്നത് അവരുടെ ഏരിയയിൽ വന്ന് എന്തുകൊണ്ട് ഓൺലൈൻ ടാക്സി വിളിക്കുന്നു അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്ററുടെ വാഹനം വിളിക്കുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായ ഒരു സംവിധാനം വേണം. അവരെ വിളിച്ചാലും ഇവർ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. പ്രശ്നം ഉണ്ടാക്കിയാൽ കൃത്യമായ നടപടി ഉണ്ടാകും. ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് സർക്കാർ തന്നെ ഉറപ്പിച്ചു പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിക്രമം കാണിക്കുന്ന ആളുകൾ നിങ്ങളുടെ തന്നെ സ്വന്തം കഞ്ഞിയിലാണ് മണ്ണുവാരി ഇടുന്നത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം കേരളത്തെയാണ് നാണം കെടുത്തുന്നത്, കേരളത്തിന്റെ ടൂറിസം രംഗത്തെയാണ് തകർക്കുന്നത്. ഇത് ചെയ്യരുത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരിക്കലും ആവർത്തിക്കരുത്. ഇത് ചില ആളുകൾ മാത്രം ചെയ്യുന്നതാണ്. പക്ഷേ നാണക്കേടുണ്ടാക്കുന്ന കേരളത്തിനാകെയാണ്. അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുമുണ്ട്.